ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. ഞാൻ ആ ഡേ ഇന്ന് അറിഞ്ഞിട്ട് അല്ല ഇന്ന് സ്ക്രിസോഫീനിയെ കുറിച്ചിട്ട് പോസ്റ്റ് ഇട്ടത്. പിന്നെ ആരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടപ്പോൾ മനസ്സിലായി ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. അപ്പം സ്ക്രിസോഫീനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ തോന്നലുകൾ, ബാധ ഭൂത തോന്നലുകളൊക്കെയാണ് സ്ക്രിസോഫീനിയ എന്ന് പറഞ്ഞത്. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റോ ഒന്നുമല്ല. പക്ഷേ കുറേ മനുഷ്യന്മാരെ കണ്ടും കേട്ടും ഞാൻ കുറേ നാളായിട്ട് മനസ്സിലാക്കിയാണ്. പിന്നെ എൻ്റെ പുറകിലിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഉൾപ്പെടെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ലെവലാണ് സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ. അപ്പം ഹൗ ടു മനുഷ്യരെ എങ്ങനെ മനസ്സിലാക്കാം എന്ന കുറേ പുസ്തകങ്ങൾ, മൈൻഡ് സെറ്റ്, ഹൗ ടു പോസിറ്റീവ് തിങ്കിങ്. അപ്പോൾ ഈ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ അറിയാത്തവർക്കാണ് ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്ക് എപ്പോഴും ഉപദ്രവികളായിട്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുണ്ടാക്കുന്ന ഒരു വൂണ്ടാണ് മറ്റൊരു മനുഷ്യനെ പല ആഘാതത്തിലും മാനസിക ആഘാതത്തിലോട്ടും തള്ളിവിടുന്നത്. ഒരു മനുഷ്യൻ്റെ മുറിവ് മറ്റൊരു മനുഷ്യനെ കൊണ്ട് കഴിയത്തുള്ളൂ. ഇപ്പം ഒരാൾ ഉപേക്ഷിച്ചു, പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ വീട്ടുകാർ അമിതമായിട്ട് കുറ്റപ്പെടുത്തൽ, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഡിപ്രഷനിലോട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിലൊന്നും ആയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പരാജയം സംഭവിച്ചു, ഇതൊക്കെ ഡിപ്രഷനിലേക്ക് പോകും. അപ്പം മനുഷ്യന് മാനസിക ആരോഗ്യവും മനുഷ്യൻ ബോൾഡായിട്ടിരിക്കാൻ ശ്രമിക്കാൻ നോക്കുക. ഇപ്പം എത്ര ബിസിനസ്സുകാരായാലും എത്ര കാശുണ്ടായാലും ഉള്ളിൽ ദുർബലനായെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. ഡിപ്രഷൻ വരുന്ന ഫേസുകളിലുള്ള പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പിന്നെ ഒന്നിനോടും താല്പര്യമില്ല. അവർക്ക് ചില സമയം അവർക്ക് തോന്നും ജീവിക്കുന്ന എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്. ട്രസ്റ്റ് ഇഷ്യൂസ്, എല്ലാവരും ചുറ്റുപാടുമുള്ള കാണുന്നവരെല്ലാം കള്ളന്മാരാണോ എന്നൊരു തോന്നൽ. പിന്നെ അവർക്ക് എപ്പോഴും അവരെ തന്നെ കെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവുന്നുണ്ട്. കാരണം ഒന്നിനും താല്പര്യമില്ലാതാവുന്നു. ഒരു കാര്യം പുതുതായിട്ട് പഠിക്കാനോ പുറത്തിറങ്ങാനോ ആളുകളെ കാണാനോ, എപ്പോഴും അടഞ്ഞ് ഇരിക്കുക. അതൊക്കെയാണ് ഈ ഡിപ്രഷൻ്റെ പല ഫേസുകളുണ്ട്. ഡിപ്രഷൻ അതൊക്കെ ഞാൻ പല വ്യക്തികളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ആങ്സൈറ്റി, ആ ഡിപ്രഷൻ്റെ വേറൊരു ഭാഗമാണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞത്. ഇനി എന്ത് സംഭവിക്കും, അപ്പം അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുക, കൈയും കാലും വിറയ്ക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നിപ്പം എല്ലാവർക്കും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇതൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നെന്ന് തോന്നുന്നു. കാരണം അവരൊരു പുറത്തിറങ്ങുന്നില്ല, മനുഷ്യരെ കാണുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല. ഒരു മുറിക്കകത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ദിവസവും ഇങ്ങനെ എഴുതി വിട്ട് തരുന്ന സാധനങ്ങൾ കണ്ട് 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 ബ്രെയിനകത്ത് അതാണ് അവരുടെ തിങ്കിങ്. പിന്നെ കൂടുതൽ മനുഷ്യരെ കാണുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായും. സോഷ്യലാവാത്ത മനുഷ്യർക്ക് മെയിനായിട്ട് ഇതൊരു പ്രശ്നമാണ്. അതൊന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നത്. ഇപ്പോൾ എല്ലാ മുക്കിനും, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ആയാലും എല്ലാം കേരളത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ്, കാശ് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം നമ്മളെ കേട്ടിരിക്കാൻ ആരെങ്കിലും വേണം. ഇപ്പം ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു ഡിപ്രഷൻ ഫേസിലാവുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യണം. അത് നാട്ടുകാരോടെല്ലാം നടന്ന് ഷെയർ ചെയ്യുന്നവരോടല്ല ഷെയർ ചെയ്യേണ്ടത്. നമുക്ക് ട്രസ്റ്റ്ഫുള്ളായിട്ട് തോന്നുന്നത് ഈ ഡിപ്രഷൻ്റെ ഫേസേ ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ കാണുന്നില്ല. അങ്ങനെയുള്ളവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. സൈക്യാട്രി സൈക്കോളജിയും രണ്ടാണ്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളില്ല, സൈക്യാട്രിയാണ് മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പം മെൻ്റൽ പ്രോബ്ലം സൈക്കോസിസും ന്യൂറോസിസും ഉണ്ട്. അപ്പം സൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിന് വെക്കുന്ന, ന്യൂറോസിസ് എന്ന് പറഞ്ഞ നേഴ്സിന് ബ്രെയിൻ സിസ്റ്റത്തിന് വെക്കുന്നതാണ് ന്യൂറോസിസ് എന്ന് പറഞ്ഞത്. അപ്പം ഈ സൈക്കോസിസിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളാണ് ഈ ഡിപ്രഷനൊക്കെ വരുന്നത്. അപ്പം അതൊരാൾ തെറാപ്പി ചെയ്യുക, സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറാപ്പി ചെയ്ത് അവരോട് സംസാരിച്ച് അവർ തെറാപ്പി പറയും. മനസ്സിലുള്ള എല്ലാം തുറന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരയുമ്പോൾ തന്നെ അതിനുള്ള പ്രശ്നമെല്ലാം സോൾവ് ആവും. പിന്നെ അതും കൂടാതെ ഈ സൈക്കോളജിയിൽ നിൽക്കാത്ത കാര്യങ്ങൾ പിന്നെ നമ്മൾ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്തെന്ന് അറിഞ്ഞിരിക്കുക. ചിലർക്ക് നെർവൽ ഡാമേജ് ചെറിയ പ്രായം വരെ, പക്ഷെ മനസ്സിന് വരുന്ന ഇൻസിഡൻസ് ഇതുപോലെ ബ്രെയിനിനെ ഹിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ബ്രെയിനിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ മാറി വരുമ്പോഴാണ് നമ്മൾ അതിന് മരുന്നെടുക്കേണ്ട സമയം തുടങ്ങുന്നത്. അപ്പം ചിലരിപ്പം മോസ്റ്റ്ലി ഉറക്കമില്ലായ്മ എല്ലാവരും കാണുമ്പോഴത്തേക്ക് അതെല്ലാം ഈ ഓവർ തിങ്കിങ്ങും ഒക്കെ വരുമ്പോഴാണ്. ഉറക്കമില്ലായ്മ വരുമ്പം ഈ നെക്സിറ്റോ പോലുള്ള ചെറിയ ചെറിയ മരുന്നുകളൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അതൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചുമ്മാ കൊടുക്കുന്ന മരുന്നുകളൊന്നുമല്ല. ചിലരാണെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾക്കൊന്നും ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, സ്ട്രെസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. അവരെന്താ നേരെ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആൽക്കഹോളിൽ
അഭയം തോന്നും. ആ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഭൂമിയായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ എപ്പോഴും റിലാക്സ്ഡ്, അതങ്ങ് ശീലമായി വരുവാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആൽക്കഹോളിലോട്ടോ അല്ലെങ്കിൽ ഡ്രഗിലോട്ടോ പോകുന്ന ഒരു ശീലമായിട്ട് വരുവാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യവിവരമുള്ള ആളുകൾ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എത്ര ഡോക്ടറായാലും എഞ്ചിനീയർമാരും ഒക്കെ വിഷയങ്ങളിലുള്ള എഡ്യൂക്കേഷൻ അല്ല ഞാൻ പറഞ്ഞു, ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉള്ളത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ്. ഇപ്പോൾ ഞാനൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എവിടെ പോകണം, അല്ലാതെ എനിക്ക് ആൽക്കഹോളിലോ ഡ്രഗിലോട്ടോ അല്ല പോകേണ്ടത്, ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യണം എന്നുള്ളൊരു വിവരം ബോധവും വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്. അപ്പം അതിനനുസരിച്ച് പോകും. അപ്പം നമ്മൾ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ബൈപ്പോളാർ പറഞ്ഞ മേളിൽ ബൈപ്പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം നമ്മൾ ഈ മാനിയൊക്കെ ആവുക, ഡിപ്രസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഈ പുറത്തിറങ്ങുമ്പം സൗണ്ടുകൾ കേൾക്കുന്ന അലർജി, പിന്നെ സോഷ്യലൈസ് ചെയ്യുന്ന അലർജി, പിന്നെ കുറച്ച് ചില സമയം കരഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ബൈപ്പോളാറിൻ്റെ സിംറ്റം. അങ്ങനെ പല പല സൈക്കാട്രിക് ടേംസ് ഒക്കെ കുറേ ഉണ്ട്, അതൊക്കെ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഈ പറഞ്ഞാൽ ഒന്നിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റ് എന്ന് തോന്നിയ സാധനം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുക. ഇന്നലെ കൂടെ ഞാനൊരാളെ കേട്ടിരുന്നു, എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വയ്യ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ലൈബ്രറി ബുക്ക് എടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ 90% ഓക്കെ ആയി. നമ്മൾ ഒരു തെറാപ്പിയാണല്ലോ, മനുഷ്യരോട് തെറാപ്പിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ചില സൊല്യൂഷൻസ് ഇവർക്ക് പറ്റത്തില്ല, ചില സൊല്യൂഷൻസ് നമുക്ക് സൊല്യൂഷനാണ്. ഇപ്പം ബോയ്സിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ 30 years ആയ ബോയ്സിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇമോഷണൽ മെച്യൂരിറ്റി കാര്യമുള്ളടത്ത് സംസാരിക്കാൻ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നവരാണ്. കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പറഞ്ഞു തരുന്നവരടുത്തോ സംസാരിച്ചിട്ട് നമുക്ക് അത്രയും കൂടെ നമ്മളെ മനസ്സിലാകുന്ന രീതിയിലോട് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവർ, അബ്യൂസീവായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരടുത്ത് സംസാരിക്കാം. കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിയുള്ളവരോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പഠിച്ച ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, എല്ലാ സൈക്കോളജിസ്റ്റും നല്ലതാണെന്നല്ലോ പറയാം, ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നവരടുത്ത് പോവുക. അവർ റെഫർ ചെയ്ത് പറ്റുന്നില്ല എന്ന് തോന്നി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂവ്മെൻറ്റ്സും ഒക്കെ മാറ്റി ശരിയായില്ലെങ്കിൽ പോയി സൈക്യാട്രിക് കാണുക. ഇതൊക്കെ ഭ്രാന്തെന്നൊന്നും ആരും പറയത്തില്ല. ഇത് ജനറലി ശരീരത്തിനേക്കുന്ന മുറിവ് പോലെ തന്നെയുള്ളൂ ഈ മനസ്സിന് വിഷമങ്ങൾ തട്ടുമ്പോൾ മനുഷ്യൻ്റെ നില തെറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഈ മെൻ്റൽ ഹെൽത്ത് ഡേയിൽ ഇത്രയൊക്കെയുള്ളൂ പറയാനും. ഞാനിപ്പോൾ ഓരോ മനുഷ്യരെ അനുഭവിച്ചു മനസ്സിലാക്കി സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു റീസെൻ്റായിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ആരെങ്കിലും നമ്മളോട് വല്ലാത്ത രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമം വൈ ആർ യു ബിക്കിങ് എപ്പോഴും നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിൻ്റെ ഉള്ളിലെ വിഷമം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ ദേഷ്യം കിടന്നതല്ല, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, ആ ഒരു രീതി സോഫ്റ്റായിട്ട് ചോദിക്കുക. മനുഷ്യനെ എപ്പോഴും അബ്യൂസീവ് അല്ലാത്ത വാക്കുകൾ കൊണ്ട് മനുഷ്യനെ കൈകാര്യം ചെയ്യുക. ഇതൊക്കെയുള്ളൂ ഇപ്പം വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയിൽ എനിക്ക് പറയാൻ. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്, ഇതിനെല്ലാം സൊല്യൂഷനുണ്ട്. അല്ലാതെ കാശും പൈസയൊക്കെ കളഞ്ഞ് മന്ത്രവാദവും കൂടത്തറൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും സൊല്യൂഷനുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഞാൻ വായിക്കട്ടെ, വായന മാത്രമല്ല മനുഷ്യരെ കാണട്ടെ, കാണുമ്പോഴല്ലേ എന്താണ് എല്ലാവരുടെയും പ്രശ്നം, അത്രേ ഉള്ളൂ. അപ്പം ഹാപ്പി മെൻ്റൽ ഹെൽത്ത് ഡേ എന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഡേയിൽ ഒരു അവയർനെസ് മാത്രമായിട്ടാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. ശരി, താങ്ക്സ്.